മാത്രമല്ല 2009 സ്വന്തം സ്വഭാവ ഗുണനിമിത്തം ഈ സന്യാസ സമൂഹത്തിൽ നിന്നും വെളിയിൽ പോയിട്ടുള്ളതും അതിനെ തുടർന്ന് സഭാവിരോധം പ്രസംഗിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതും ഒട്ടുമിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. സഭാവിരോധം പ്രസംഗിക്കുമ്പോൾ ആഹാ, മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ ഓഹോ, അതാണ് ഇപ്പോഴത്തെ ലൈൻ. സഭാവിരോധം പ്രസംഗിച്ചുകൊണ്ട് നടന്നപ്പോൾ ഇവിടുത്തെ കുറേ യൂട്യൂബ് ചാനലുകൾ ഈ പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി പുറകെ ഓടി നടന്നിരുന്നു. പറഞ്ഞു വരുന്നത് സഭ ഔദ്യോഗികമായി തന്നെ ഈ കന്യാസ്ത്രീ വേഷധാരിയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. സകല ക്രിസംഗി പ്രൊഫൈലുകളിലും ഇവർക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ക്രിസംഗി പ്രൊഫൈലുകൾ ഇവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതായിട്ട് എനിക്കറിവില്ല. എന്നാൽ ഡൽഹി സ്ഫോടനമടക്കം രാഹുലിൻ്റെ നിലപാട് അതിലെ പ്രതികളെ ന്യായീകരിക്കുന്നതായിരുന്നു. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. അവരെ സന്ദേഹമുനയിൽ നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടുത്തെ മുസ്ലിം സമൂഹം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോഴും ഡൽഹി സ്ഫോടനം ഉണ്ടായപ്പോഴും പൊതുവെ അതിലെ പ്രതികളെ ന്യായീകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മുഴുവനായിട്ടുണ്ടായിട്ടുള്ളത്. ഇത് പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമാണ് ഇസ്ലാമിക പക്ഷത്തു നിന്നും